എല്ലാവർക്കും നമസ്കാരം. SLC 2026 ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് നടത്താൻ നോക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ്, പുതിയ പാഠപുസ്തകമാണ്, പുതിയ തരത്തിലുള്ള ചോദ്യം പാറ്റേൺസ് ആണുള്ളത്. നിങ്ങൾ മുൻ വർഷങ്ങളിൽ കണ്ടിട്ടില്ലാത്തുള്ള ക്വസ്റ്റിൻ്റെ പാറ്റേൺസുകളൊക്കെയാണുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാ സബ്ജക്ട്സിൻ്റെയും ഒരു 3 സെറ്റ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നമുക്കറിയാം 4 സെക്ഷൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അതിലെ ആദ്യത്തെ സെക്ഷനിൽ 1 മാർക്കാണുള്ളത്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ചോയ്സസുകളൊന്നും ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണുള്ളത്. അതിൽ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിൽ ചില ക്വസ്റ്റ്യൻസുകൾ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതായത് ചോയ്സസുകൾ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ സെക്ഷനിൽ 3 മാർക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതിലൊരു 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലും ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നാലാമത്തെ സെക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 4 മാർക്കാണുള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കപ്പോഴും കാണുന്നത്, അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ വരുന്നത്. നമുക്കറിയാം എക്സാമിൻ്റെ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, 1.5 മണിക്കൂറാണ്, 90 മിനിറ്റ് ആണുള്ളത്. മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് 40 മാർക്കാണുള്ളത്. കൂൾ ഓഫ് ടൈം 5 മിനിറ്റ് തരുന്നുണ്ട്. ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ശ്രദ്ധയോടെ വായിക്കുക. അതുപോലെ തന്നെ ആൻസേഴ്സുകളൊക്കെ മൈൻഡിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയൊക്കെയാണ് വേണ്ടത്. ഇനി ഓരോ സെക്ഷൻ്റെയും കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സെക്ഷൻ എയിൽ നമ്മൾ പറഞ്ഞു 4 ക്വസ്റ്റ്യൻ ആണുള്ളത്, ഓരോന്നിനും 1 മാർക്കാണുള്ളത്, അങ്ങനെ 4 മാർക്ക് വരും. സെക്ഷൻ ബിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു 2 മാർക്കാണ്, 7 ക്വസ്റ്റ്യൻ 14 മാർക്ക് വരും. സെക്ഷൻ സിയിൽ വരുമ്പോൾ 6 ക്വസ്റ്റ്യൻ ആണുള്ളത്, 3 മാർക്ക് വീതം 18 മാർക്കാണ് വരുന്നത്. സെക്ഷൻ ഡിയിൽ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്, അതിന് ഓപ്ഷൻസ് ഉണ്ട്, അതിന് 4 മാർക്കാണുള്ളത്. അപ്പം ഈ ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അസർട്ടൺ റീസൺ, അതായത് പ്രസ്താവന കാരണം, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു പ്രസ്താവന, അതിൻ്റെ കാരണം കാണും, അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനായിരിക്കും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നത്. അതുപോലെ തന്നെ ചേരുമ്പടി ചേർക്കാൻ അല്ലേ, അങ്ങനെയുള്ള മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ കാണും. അത് കോളമായിട്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് പെയർ കണ്ടെത്താനും, അതുപോലെ തന്നെ ഓഡ് വൺ, ഒറ്റപ്പെട്ടതിനെ കണ്ടെത്താനും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കൂടുതൽ സമയം എടുക്കാതെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക. അതുപോലെ തന്നെ പിക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടായിരിക്കും. ഇനി 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് നമുക്കറിയാവുന്ന നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും. അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഗ്രാഫ് പ്രോബ്ലംസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ യൂണിറ്റുകളൊക്കെ കൃത്യമായിട്ട് എഴുതാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ്. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ച് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുക. താങ്ക്